ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ രാവിലെ 5 മണിയായ സമയം അത്രയും നിങ്ങൾക്ക് ഇരുട്ടായി കാണുന്നത്. ഞങ്ങളിപ്പം എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടേക്കാണ്. ടാക്സി എടുത്തിട്ടാണ് പോകുന്നത്. നമുക്ക് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത് വെസ്റ്റ് ബംഗാളിലേക്ക്, ബാഗ്ദോഗ്ര എയർപോർട്ടിലേക്ക്. ഞങ്ങൾ ചെക്ക് എല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലോഞ്ച് വരാം. ഇതാണ് ബാംഗ്ലൂർ ടെർമിനൽ 1-ലാണ് ഞങ്ങൾക്കുള്ളത്. ടെർമിനൽ 1 ലോഞ്ചിൽ പോയിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഞങ്ങൾക്ക് കാർഡ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കയ്യിൽ കാർഡ് ഉണ്ടായിരുന്നു. നമുക്ക് ഫ്രീ ആയിട്ട് കഴിക്കാമല്ലോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് ടെർമിനൽ 1-ത്തെ ലൗഞ്ചാണ്. ഞങ്ങൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയപ്പോൾ ഞങ്ങൾ മെസ്സേജ് കാണുന്നത് ഫ്ലൈറ്റ് 1.5 hours ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. ഓൺ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ ടൈം എടുക്കും എന്തായാലും. വെറുതെ ഞങ്ങൾ ഇരിക്കുകയാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഓൺ ബോർഡിങ് കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറി. എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ എങ്കിൽ ഇവിടെ ഈ ചിറകുള്ളതുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല. ഓൾറെഡി 1.5 hours ലേറ്റായിട്ടും എല്ലാവരും ഓൺ ബോർഡ് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ് എടുത്തത്. ഓൾമോസ്റ്റ് ഇപ്പോൾ 2 hours തന്നെ ഫ്ലൈറ്റ് ലേറ്റായി. ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ട് അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതൊരു മിലിറ്ററിയുടെ അണ്ടറുള്ള എയർപോർട്ട് ആയതുകൊണ്ട് നമുക്ക് ഓൾറെഡി ഇത് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗഡ് അല്ലെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ ഓൾറെഡി ടാക്സി അതായത് ഒരു ട്രാവൽ ഏജൻസിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 1 weekലേക്ക്. അപ്പോൾ ഡ്രൈവർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഇപ്പോൾ സിക്കിമിലെ ഗാങ്ടോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ ഡ്രൈവറെ അടുത്ത് പറഞ്ഞു കുറച്ച് മുമ്പോട്ട് നല്ല സ്ഥലമുണ്ട്, അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ഈ വെസ്റ്റ് ബംഗാൾ ഈ ഒരു സ്ഥലങ്ങൾ മാത്രം കാണാൻ വലിയ രസമില്ല. ഫുൾ ഒരു അഴുക്കും കച്ചറയായിട്ട് ഫുള്ളായി ഒട്ടും ഡെവലപ്ഡ് അല്ലാത്തൊരു സ്ഥലമാണിത്. നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ബംഗാളിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ മൈൻഡിൽ, വെസ്റ്റ് ബംഗാൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. ഒട്ടും ഡെവലപ്ഡ് അല്ല ഈ സ്ഥലങ്ങളൊന്നും. അങ്ങനെ 1 hour കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു നല്ലൊരു സ്ഥലം കിട്ടി. ഇവിടെ ഡ്രൈവർ നിർത്തി തന്നു. ഇവിടെ ഒരു സാന്താബാന്ത ഡാബ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്, അങ്ങോട്ട് പോകാനാണ് പറഞ്ഞത് ഞങ്ങൾ. ഇതാണ് ആ ഹോട്ടലിൻ്റെ ഉൾവശം, റെസ്റ്റോറൻറ്റ് ഉൾവശം. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കത്തിയാണ്. പക്ഷെ നമുക്ക് വേറൊരു നല്ല വൃത്തിയുള്ളൊരു ഹോട്ടലൊന്നും റെസ്റ്റോറൻറ്റും വേറെ കണ്ടിട്ടില്ല. അപ്പോൾ അത്യാവശ്യം ഒരു വൃത്തിയും എല്ലാം കണ്ടത് ഇതായതുകൊണ്ട് ഡ്രൈവർ സജഷൻ തന്നത് നമുക്ക് ഇത് തന്നെയാണ്. ഞങ്ങളിതാ ഓർഡർ ചെയ്ത റൊട്ടിയും പിന്നെ ഒരു മട്ടൻ കറിയും പിന്നെ ഒരു പനീറിൻ്റെ കറിയും. അങ്ങനെ ഞങ്ങൾ കഴിച്ച് പുറത്തിറങ്ങി. ഞങ്ങളുടെ ഡ്രൈവർ ഇവിടെ വണ്ടിൻ്റെ ടയർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഈ സാന്താബാന്ത ഡാബയിലാണ് ഞങ്ങൾ പോയത്. ഇവിടെ ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട്. ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്.
അങ്ങനെ ഒരു ഉറക്കെല്ലാം കഴിഞ്ഞ് നീച്ച് നോക്കുമ്പോൾ നല്ല ഇരുടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്തോട്ട് വിചാരിച്ചു രാത്രിയായി, ഞാൻ കുറേ നേരം ഉറങ്ങിപ്പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പെട്ടെന്ന് ഞാൻ ഫോൺ എടുത്തിട്ട് സമയം എത്രയും നോക്കുമ്പോൾ ഞാൻ കണ്ടത് 5 മണിയായിട്ടുള്ളൂ. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരു 9 മണി ഒരു ഫീലിംഗ് ആയത്, അത്രയും നല്ല ഇരുടുണ്ടാവുമല്ലോ, ആ ഒരു ഫീലിംഗ് നമുക്കിവിടെ ഉള്ളത്. അത് ഇവർ പെട്ടെന്ന് ഇവിടെ സൂര്യൻ അസ്തമിക്കും ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇരുടായതുകൊണ്ട് ഒന്നും കാണുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഇത് ഗാങ്ടോക്കിലാണുള്ളത്. ഞാൻ ചുമ്മാ റൂം ടൂർ എടുക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കിനി ഡിന്നർ കഴിക്കാൻ പോകണം. ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഈ ഹോട്ടലിന്, അവിടെ പോകണം. അല്ലാണ്ട് നമുക്ക് പുറത്തൊന്നും കിട്ടില്ല. കാരണം ഇവരൊരു 8 മണിയാകുമ്പോൾ മാക്സിമം ഒരു 8 മണിയാകുമ്പോൾ ഇവരെല്ലാം 8 മണിയല്ല, അതിന് മുമ്പേ ഇവർ കടയെല്ലാം അടയ്ക്കും. പിന്നെ നമ്മളുടെ ഒരു 10 മണിയൊക്കെ ഒരു 8 മണി, 10 അല്ല 12 മണിയൊക്കെ ഒരു 8 മണി, ഇവരെല്ലാം ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഉറങ്ങാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെ ഒന്നുമില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നും തുറക്കൂല എന്നൊക്കെ ഓൾറെഡി ഒരു ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിവിടെ ഇവിടുത്തെ ഈ ഓർഡറിൻ്റെ റെസ്റ്റോറൻറ്റിലാണ്ട് വേറെ ഒന്നുമില്ല. അത്യാവശ്യം നല്ല ഹോട്ടലാട്ടോ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു ദിവസത്തേക്കാണ് ഞങ്ങൾ എടുത്തത്. ഞങ്ങൾക്ക് നാളെ അവിടുന്ന് പോകണം. ഇതാണ് ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് ഏരിയ. ഇവിടെ നമുക്ക് ലൈവ് മ്യൂസിക്കൊക്കെ ഉണ്ട്. ഒരു ചേട്ടൻ അവിടെ നിന്ന് പാടുന്നുണ്ട്. നമ്മളിവിടെ അധികം വിശക്കുന്നില്ല, കാരണം കാറിൽ കഴിച്ചിട്ട് ഇരുന്ന് പിന്നെ അധികം വിശക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ഡിന്നർ കഴിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ഇവിടെ കയറിയത്. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് ഇവിടുന്ന് പോകും. അപ്പോൾ ബൈ.